ഹായ്, സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഉലുവ ദോശയാണ്. അപ്പോൾ ഉലുവ ശരീരത്തിന് എല്ലുകൾക്ക് ബലം കൂട്ടാനും ഇതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പുഴുങ്ങോലരി എടുത്തിട്ടുണ്ട്. പച്ചരി വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലപോലെ കഴുകി എടുത്തിട്ട് വരാം. അതിനുശേഷം നമുക്കിതിൽ വെള്ളം ഒഴിച്ച് വെച്ച് ഒരു 8 മണിക്കൂർ കുതിർത്തിയെടുക്കാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാധാരണ ദോശമാവിൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ലേശം തിക്കായിട്ടുള്ളൊരു മാവായിരിക്കും. സാധാരണ ദോശ പോലെ ഒരുപാട് കനമില്ലാതെ ഉണ്ടാക്കുന്നതല്ല ഇത്. ഇതിനു വേണ്ടി നമുക്കൊരു തേങ്ങാ ചട്നി കൂടെ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 6-7 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. ഇപ്പോൾ ചട്നി നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ദോശയിൽ നമ്മൾ ഉഴുന്ന് ചേർക്കാറില്ല. അപ്പോൾ ഉലുവ മാത്രമാണ് ചേർക്കുന്നത്. അരിയും ഉലുവയും കൂടി മാത്രമായിട്ട് അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ചൂടോടുകൂടി വേണം കഴിക്കാൻ. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ ഇത് അത്ര ടേസ്റ്റ് തോന്നില്ല. പക്ഷെ നല്ല ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ശരീരത്തിന് ഉലുവ വളരെ നല്ലതാണ്, എല്ലുകളുടെ ബലം കൂട്ടാനൊക്കെ. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു ദോശയൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ എല്ലാ ദോശയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ പാലക്കാട് ഉള്ളൊരു സ്പെഷ്യൽ ദോശ കൂടിയാണിത്. വേറെ സ്ഥലത്തൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, പക്ഷെ പാലക്കാട് സൈഡിൽ മിക്കവരും ഇത് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ചട്നിയുടെ കൂടെ ചമ്മന്തിയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.